ഹായ്, ഇന്നത്തെ വീഡിയോയിൽ മല്ലിയിലയും അതുപോലെ കറിവേപ്പിലയും എങ്ങനെയാണ് ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കുന്നതെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് മല്ലിയില എങ്ങനെയാണ് നമുക്ക് സൂക്ഷിച്ചു വെക്കാമെന്നുള്ളതിൻ്റെ 2 ടിപ്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇവിടെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിലാണ് ഞാൻ സൂക്ഷിച്ചു വെക്കാറുള്ളത്. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഗ്ലാസ് ജാറാണിത്. ഇതിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മല്ലിയിലയിൽ മോശമായിട്ടുള്ള മല്ലിയില കുറച്ച് ചീനതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില മാത്രം ഇതുപോലെ വേര് ഭാഗം താഴോട്ടേക്ക് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഈ അറേഞ്ച് ചെയ്തിട്ടുള്ള മല്ലിയില നമുക്ക് ഈ ഗ്ലാസിൻ്റെ ഈ ജാറുണ്ടല്ലോ, ഗ്ലാസ്സോ പ്ലാസ്റ്റിക്കോ ആയാലും കുഴപ്പമില്ല, അതിലോട്ടേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. വേര് മാത്രം വെള്ളത്തിൽ താണിരിക്കണം, തണ്ട് ഒരിക്കലും മുങ്ങിപ്പോവരുത്. ആ രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കുക. വെച്ചിട്ട് ഈ ബോട്ടിൽ ഇതേപോലെ എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് 2-3 മാസത്തോളം ഒരു കേടും ഇല്ലാണ്ട് ഫ്രിഡ്ജിൽ ഇരുന്നോളും. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം തണ്ട് മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇതുവരെ ഈ രീതിയിൽ ചെയ്യാത്തവരാണെങ്കിൽ ഈ രീതി ഒന്ന് നോക്കുക. പിന്നെ അടുത്ത ടിപ്സ് ഞാൻ കാണിക്കാം. ഇതുപോലെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ വേര് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഒരു ചെറിയ വേരടക്കം വരുന്ന ഒരു തണ്ട്, ചെറിയൊരു പീസ് മാത്രം നമുക്ക് കട്ട് ചെയ്തിട്ട് കളയാം. ഇത് കഴുകൊന്നും ചെയ്യാത്ത കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മല്ലിയിലയാണ്. ഇത് കഴുകൊന്നും ചെയ്യാണ്ട് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അതേപോലെയുള്ള മല്ലിയിലയാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വേര് ഭാഗം മാറ്റിയെടുത്തിട്ടുള്ളത്. ഇനി ഒരു കണ്ടെയ്നർ എടുത്തിട്ട് അതിൻ്റെ താഴ്ഭാഗത്തോട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മല്ലിയില ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടിയിട്ട് 1-2 ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഈ കണ്ടെയ്നർ ഒന്ന് അടച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മല്ലിയില 1 മാസത്തോളം, 1 മാസമല്ല അതിൽ കൂടുതലിരിക്കും, കേടാവാതെ ഫ്രിഡ്ജിൽ ഇരിക്കും കേട്ടോ. ഇത് ഫ്രിഡ്ജിലാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. ഈ 2 മെത്തേഡിലും ഫ്രിഡ്ജിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. മറ്റേതാണെങ്കിൽ 3 മാസത്തോളം ഇരിക്കും, ഇതാണെങ്കിൽ 1 മാസത്തോളം ഇരിക്കും. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ്. ഇതുപോലെ കറിവേപ്പില നമുക്ക് കൂടുതൽ കിട്ടുന്ന സമയത്ത് തണ്ടോടെ ചെറിയ നമ്മുടെ നേരിയ തണ്ടുണ്ടല്ലോ അതോടെ ഇങ്ങനെ വിടിവിച്ചെടുക്കുക. വലിയ തണ്ടിൽ നിന്ന് വിടിവിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതളുകളാക്കി മാറ്റേണ്ട കാര്യമില്ല. ഇതുപോലെ തണ്ടോടെ വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. തണ്ടോടെ വെക്കുകയാണെങ്കിൽ കൂടുതൽ കാലം ഇരിക്കും. ഇതളുകളാക്കി വെക്കുകയാണെങ്കിൽ 1-1.5 മാസത്തിനപ്പുറം ഇരിക്കത്തില്ല. അപ്പോൾ എല്ലാ കറിവേപ്പിലയും ഇതുപോലെ ഞാൻ തണ്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കണ്ടെയ്നറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ജാറ് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റാം. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 മാസത്തിൻ്റെ മുകളിലോട്ടേക്ക് ഇതുപോലെ ഹെയർ ടൈറ്റ് ആയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലിരുന്നോളും. എല്ലാം ഞാൻ ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇനി അടുത്ത ടിപ്പ് കാണിച്ചു തരാം. ഇതുപോലെ കുറച്ച് കറിവേപ്പില തണ്ടിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി എടുത്ത് മാറ്റിയിട്ടുള്ള കറിവേപ്പില നമുക്ക് ജാറിന് പകരം ഒരു വാഴയില എടുത്തിട്ടുണ്ട്. ആ വാഴയിലോട്ടേക്ക് ഈ അടർത്തി മാറ്റിയിട്ടുള്ള കറിവേപ്പില വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വാഴയില നല്ല പോലെ റോൾ ചെയ്തെടുക്കാം. നല്ല ടൈറ്റിൽ റോൾ ചെയ്തെടുക്കുക. അങ്ങനെ റോൾ ചെയ്തിട്ട് ആ റോൾ പരുവത്തിൽ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇതും കുറേ നാൾ വരെ കേടാവാതെ ഇരിക്കും. പിന്നെ വേറൊരു ടിപ്പും കൂടിയുണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതുപോലെ കറിവേപ്പില നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് 1-2 ദിവസം വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഡ്രൈ ആയി കിട്ടും. ആ ഡ്രൈ ആവുന്ന കറിവേപ്പില എടുത്തിട്ട് നമുക്ക് ഇതളുകളാക്കിയിട്ട് അതൊന്ന് ഇളകി പോയിട്ട് തന്നെ ഉണ്ടാവും ഡ്രൈ ആവുന്ന സമയത്ത്. എന്നിട്ട് നമുക്ക് അതെടുത്തിട്ട് ഒരു ജാറിലാക്കി സൂക്ഷിക്കാം. പക്ഷെ ഞാനതൊരിക്കലും പ്രിഫർ ചെയ്യാറില്ല. ബിക്കോസ് അത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കറിവേപ്പിലേൻ്റെ എക്സാക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അതായത് ആ സ്മെല്ലും ടേസ്റ്റും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്കൊരു 6 മാസമൊക്കെ സൂക്ഷിക്കണമെങ്കിൽ ആ ഒരു രീതിയിലും കൂടി ഫോളോ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.